ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കടയിലൊക്കെ നമ്മൾ മേടിക്കുന്ന കൊണ്ടാട്ടമുളക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ മുളക് വെച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് അതിനായിട്ടുള്ള മുളകൊക്കെ പറിച്ചെടുക്കാം. അപ്പം ഒരു ചെറിയൊരു കൃഷിയാണ്, കുറച്ച് മുളകൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആദ്യം ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനിതാ മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മുളകൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കാണിക്കുന്ന പോലെ എല്ലാ മുളകും ഒന്ന് വരിഞ്ഞെടുക്കണം. ഇതെന്തിനാ ഇങ്ങനെ കീറുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കീറുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാതും നമുക്കൊന്ന് കീറിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും കീറിയിട്ട് ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല വെയിലാണ്. അപ്പോൾ അവിടെ ഉണക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതേപോലെ ആദ്യം വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ തൈരിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിലത്തെ വെള്ളാംശമൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറേ നാളിരിക്കും. അപ്പോൾ കേടുവരാതെ കുറേ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് തൈര് എടുക്കാം. അപ്പം ഇനി ഈ തൈരിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മുളകിലേക്ക് നന്നായി പിടിക്കാൻ സഹായിക്കും. അപ്പോൾ ഞാനിതിലേക്ക് ഇതാ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. ആയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രം നന്നായി തുടച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ലെയറായിട്ട് നമുക്ക് ഇതിലേക്ക് എല്ലതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തു. ഇനി കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ തൈരിടുക. അങ്ങനെ മൊത്തം നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. തൈര് മൊത്തം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒരു ദിവസം നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഇത് വെയിലത്തിട്ടിട്ട് ഉണക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമ്മൾ എടുത്തു വയ്ക്കും, പിന്നെ ഉണക്കും. അങ്ങനെ ഈ തൈര് തീരുന്നത് വരെ നമ്മൾ ഇതിലിട്ടിട്ട് തന്നെ നമ്മൾ നന്നായി ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി ചൂടാക്കിയെടുക്കും. ഇതാ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തൈരിലിട്ടതിന് ശേഷം. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുളക് മാത്രം എടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ശേഷം നമുക്കിതൊന്ന് ഒരു ദിവസം മൊത്തം നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ മുളക് ഇതാ ഇങ്ങനെ ആയി തന്നിട്ടുണ്ട്. നമുക്കിവിടെ നല്ല വെയിലുള്ള കാരണം നമുക്കിതാ പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി തൈരിലേക്ക് നമുക്ക് ആ മുളക് ഒന്നും കൂടി ഇട്ട് വയ്ക്കാം. ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അത് എടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വറുത്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ ഇനി നമ്മൾക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് ഓരോന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം.
അതായത് ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളിയായി സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.